ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു വിഭവം തന്നെയാണ് ചക്കപ്പുഴുക്കില്ലേ. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് നമ്മുടെ ചക്കപ്പുഴുക്കില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആകുമ്പം 4 മണിക്ക് നല്ലൊരു ചക്കപ്പുഴുക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് അല്ലേ. അപ്പം നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതിനെ ഒന്ന് വെട്ടിയെടുത്തി കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നല്ല രീതിയിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. പിന്നെ ഇതേപോലെ ഒരു വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നാലും നല്ല രീതിയിൽ ചക്ക വെന്തുടഞ്ഞു, നല്ല കറക്റ്റ് രീതിയിലാകും. അപ്പോൾ അതിലേക്ക് കുറച്ച് പിന്നെ അരപ്പൊക്കെ വേണം. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളിവിടെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക മാത്രമാണ് എടുത്തതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് മാത്രം തേങ്ങ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം ചക്ക എടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങേൻ്റെ അളവും കൂട്ടണം. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ നമ്മുടെ ചക്കപ്പുഴുക്കിന്. അപ്പോൾ ചക്ക വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വെട്ടിയെടുത്ത് നന്നാക്കിയിട്ട് എല്ലാവരും വേറെ വേറെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രം എടുത്തിട്ട് അങ്ങനെ പുഴുങ്ങാണേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരുവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വരുമ്പോൾ നല്ല രുചിയായിരിക്കും. പുഴുക്കിൻ്റെ ഇടയിൽ ചക്കക്കുരു കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് കുറച്ച് ലൂസിലായിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ ഇവിടെ ചക്ക വേവിക്കുന്നത്. ഇനി ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് അരഞ്ഞു പോവാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കപ്പുഴുക്കിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അരവ് അരച്ചെടുക്കേണ്ടത്. അതായത് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ തേങ്ങേൻ്റെ കൂട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചക്ക വൃത്തിയാക്കി വെച്ച വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ അരപ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളത്തിന് താഴെ ഉണ്ടാവുള്ളൂ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2.25 ഗ്ലാസ്സാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കുക്കറിൽ നമുക്കിതൊന്ന് ഫിസിലടുപ്പിച്ചെടുക്കാം. ഒരു 2 ഫിസിൽ ഞാൻ കൊടുത്തപ്പോഴത്തേക്കും ചക്കയൊക്കെ കറക്റ്റ് രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കയും നമ്മുടെ അരപ്പൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ടായിരുന്നു. ചക്കയൊക്കെ നല്ല രീതിയിലും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിടണമെന്നൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വെക്കുമ്പം നമ്മൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. കാരണം നമ്മൾ നല്ലതുപോലെ ഈ ചക്ക ഉടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ രീതിയിലായിരിക്കില്ല എല്ലാവരും ചക്ക പുഴുങ്ങുന്നത്. കാരണം അധികം ലൂസാവാതെ ഒരു കുറച്ച് ടൈറ്റിലാണ് ചക്ക പുഴുങ്ങാറ് കേട്ടോ. പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ചൊരു നല്ല എന്താ പറയുക, കുറച്ചൊരു വെള്ളത്തോടെ ആയിരിക്കണം ഇഷ്ടം. അതായത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ പുഴുങ്ങിയെന്നേ ഉള്ളൂ. അപ്പം അധികം ഇതേപോലെ ലൂസായിട്ട് വേണ്ടാന്നുള്ളവർ അധികം വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി കേട്ടോ. 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാലും കറക്റ്റ് രീതിയിലൊക്കെ വെന്ത് കിട്ടും. പിന്നെ അരിയുമ്പം നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചക്കക്കുരു ഇട്ടത്, എനിക്ക് ചക്കക്കുരു ഇഷ്ടമാണ് കേട്ടോ. ഈ ചക്ക പുഴുക്ക് കഴിക്കുമ്പോൾ അതിനിടയിൽ ചക്കക്കുരുവൊക്കെ കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചക്കക്കുരുവൊക്കെ ഇട്ടത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചക്കക്കുരുവൊക്കെ ഒന്ന് ഇടുന്നത് മാറ്റിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ ചക്ക നല്ലതുപോലെ വെന്തൊന്ന് കുഴഞ്ഞ് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ കുക്കറിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഉടച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണേ. ചക്കയൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല. നമ്മളൊരു പ്രത്യേക സമയത്താണ് ചക്കയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ഉള്ള സമയത്ത് ചക്കയൊന്നും കളയാതെ തന്നെ എല്ലാം ഇതേപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും ചൂടോട് കൂടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ വറവിടുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ് ആ ചക്കപ്പുഴുക്കിന് കിട്ടുന്നത്. അപ്പോൾ നല്ല ഈ ഒരു രീതിയിൽ നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് നമ്മുടെ ഈ ചക്കപ്പുഴുക്കുള്ളത്. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക, ഇഷ്ടപ്പെടും. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഞാനിവിടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയാണ് കഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഉച്ച സമയത്തായിരുന്നു പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ഫീഡ്ബാക്ക് അറിയിക്കാൻ പ്രത്യേകം മറക്കരുത്. കൂടെ എൻ്റെ കുഞ്ഞു ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നല്ല നല്ല റെസിപ്പികളുമായിട്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.